പുതുവത്സര രാവിനെ വരവേൽക്കാൻ ദുബായ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലെ കരിമരുന്ന് പ്രയോഗവും ലേസർ ഷോയും കാണാൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. ബുർജ് ഖലീഫയിലെ അത്ഭുത കാഴ്ചകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മലയാളിയാണ് കോഴിക്കോട് സ്വദേശിയായ ബൈജു ചാലയിൽ. ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള JTS കമ്പനിയാണ് ബുർജ് ഖലീഫയിലെ ലേസർ ഇന്റഗ്രേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഷീൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്ന ഒരിടം ദുബായാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ബുർജ് ഖലീഫയിലെ ലേസർ ഷോയും വെടിക്കെട്ടുമാണ്. ഇതിന് പിന്നിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവില്ല. നമ്മളുകൂടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചേരുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ആൾക്കാരൊക്കെ കാത്തുവെച്ചിരിക്കുന്ന ഈ ന്യൂ ഇയറിന് കാത്തുവെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ? ആക്ച്വലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ബുർജ് ഖലീഫേൻ്റെ അതായത് UAE ഡൗൺ ടൗണിൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഇപ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ലേസർ ഷോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഷോ ആണിത്. അപ്പം കെവൻ ഷോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ നിന്നുള്ള ഒരു കമ്പനി ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും സമാസമം ചേർന്ന് കൈ ചേർത്ത് നമ്മളതിൻ്റെ ഇൻറ്റഗ്രേഷൻ പാർട്ടാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈനും ടെക്നിക്കൽ സൈഡെല്ലാം ചെയ്തിരിക്കുന്നത് കെവൻ ഷോ പ്രൊഡക്ഷൻസ് ആണ്. JTS ആസ് എ പാർട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ. അപ്പം അതിലൊരു 240 മൂവിങ് ഹെഡ്സും ഒരു 75ഓളം ലേസർ ലൈറ്റുമാണ് ബുർജ് ഖലീഫിൻ്റെ മുകളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാതെ. അപ്പം ഒരു എന്താണ് കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ന്യൂ ഇയറിൽ പങ്കെടുക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ റെസിഡൻസിനും ഒക്കെ വേണ്ടിയിട്ട് MR-ഉം UAE റൂളേഴ്സൊക്കെ ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഒരു മെഗാ ഷോ തന്നെയാണ്. അത് ഈ ബുർജ് ഖലീഫിൻ്റെ ലേസർ ഷോയിൽ മാത്രം ഒതുങ്ങില്ല. അതിൻ്റെ ഈ ഫൗണ്ടനെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, അതിൽ ആർട്ട് ഫോംസ് ഉണ്ട്, ഡാൻസ്, അങ്ങനെയുള്ള ഒരു മെഗാ ഷോ ആണ് ഇപ്രാവശ്യത്തെ. എത്ര നാളത്തെ ഒരു പിന്നിൽ വർക്കുണ്ട് നിങ്ങളുടെ ഒരു? ഞങ്ങൾ കെവൻ ഷോ പ്രൊഡക്ഷൻസ് ആയിട്ട് ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ഒരു ഏകദേശം ജൂണിലാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ വർക്കാണ്. ഏകദേശം ഒരു 50 പേര് ഇതിൻ്റെ പുറകിൽ ടെക്നീഷ്യൻസും എൻജിനീയേഴ്സും ഒക്കെ ചേർന്നിട്ട് 6 മാസത്തെ ഞങ്ങളെ എഫേർട്ടാണ് ഇപ്പം പരിസമാപ്തിയിലെത്തിയിരിക്കുന്നത്. അപ്പം യു ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഷോ. ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അതായത് ആളുകൾക്ക് ആളുകളെ ഇത് കാണാൻ വരുന്ന കാഴ്ചക്കാരെ പോലെ തന്നെ ആസ് എ കമ്പനി JTS-ഉം കെവൻ ഷോ പ്രൊഡക്ഷൻസിൻ്റെ ഒക്കെ എല്ലാവരും, അതായത് മാനേജ്മെൻറ്റ് ലെവലിലും സ്റ്റാഫ് ലെവലിലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആളുകൾ എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട്, ആകാംക്ഷ ഉണ്ട്. ഇത് എത്രാമത്തെ വർഷമാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്? ഞങ്ങൾ ഓരോ വർഷം ഞങ്ങൾ ഡിഫറെൻറ്റ് ടാസ്കിലായിരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ലൈറ്റിംഗ് പുതുതായിട്ട് ബുർജ് ഖലീഫിൽ ആഡ് ചെയ്തപ്പോൾ MR ചുമതല ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ വേറൊരു കമ്പനിയായിട്ട് ചേർന്നിട്ട് തന്നെ കഴിഞ്ഞ വർഷം ചെയ്തത്. അപ്പം MR-ൻ്റെ കൂടെ ഇങ്ങനെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ കമ്പനി JTS-ന് അതൊരു ഓണറാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു അവാർഡാണ്. അതായത് സാധാരണ വലിയ പ്രോജക്റ്റിലൊക്കെ നമ്മൾ വർക്ക് എന്താ പറയുക, അത്രത്തോളം അവർക്ക് നമ്മളെ കേപ്പബിലിറ്റി മനസ്സിലാക്കിയാലുള്ളൂ തിരിച്ച് റിപ്പീറ്റായിട്ട് അവർ നമ്മളെ ഇതേപോലത്തെ ഒരു വർക്കുകളിലേക്ക് നമുക്കൊരു ഇൻവൈറ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ MR-ൻ്റെ കൂടെ അതും ബുർജ് ഖലീഫിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് റിയലി ഓണർ ടു അസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഈ പ്രാവശ്യത്തെ ഒരു അത്ഭുതം, നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന എന്തെങ്കിലും ഒരു കാഴ്ച പറയുവാണെങ്കിൽ ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അത് ഇപ്പോഴും ഞാൻ പറയില്ല, നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത പല സംഗതികളും ഇതുണ്ട്. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് എലമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് MR-ൻ്റെ ടീം, ഒരു ബിഗ് ക്രൂ തന്നെ ഇതിൻ്റെ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് ആയിട്ടും അവരെ ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിട്ടും അവരൊരു ബിഗ് ക്രൂ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ റിഹേഴ്സൽസൊക്കെ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് റിഹേഴ്സൽസ് നടക്കുന്നുണ്ട് ഫൗണ്ടൻ്റെ അകത്ത്. അപ്പോൾ അതൊരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആളുകൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് വരില്ല വർഷം വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ഇൻ ദ വേൾഡ് ആണ് പ്രാവശ്യം MR-ഉം ഒരുക്കിയിരിക്കുന്നത്. ദ ന്യൂ ഇയർ ഈവ് നെവർ ലൈക്ക് ബിഫോർ ആണ്, അതാണ് അവരെ ടാഗ് ലൈൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം, ഇത് കാണാൻ വേണ്ടിയിട്ട്, ഷോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തുക. അത് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഇത്തവണയും മഹാ അത്ഭുതമാണ് ബുർജ് ഖലീഫയിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു പുതുവത്സരം ആഘോഷിക്കാൻ പറ്റിയിടമായി ബുർജ് ഖലീഫ മാറുന്ന ഇത്തരം പ്രകടനങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. ബുർജ് ഖലീഫയിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.